ദൈവകൃപ മതിയാകുന്നു. എൻ്റെ കൃപ നിനക്ക് മതിയാകുന്നു. എൻ്റെ ശക്തി ദുർബലതയിൽ പൂർത്തിയാകുന്നു. 2 കൊരിന്ത്യർ 12:9. ദൈവകൃപ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ആശ്വാസമാണ്. കൃപ എന്നത് ദൈവത്തിൻ്റെ അനർഹമായ അനുഗ്രഹവും നിബന്ധനകളില്ലാത്ത സ്നേഹവും നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന അവൻ്റെ ശക്തിയുമാണ്. നാം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അർഹിക്കുന്നതുകൊണ്ട് അല്ല കൃപ ലഭിക്കുന്നത്, അത് ദൈവം കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. 2 കൊരിന്ത്യർ 12 പൗലോസ് തന്റെ മാംസത്തിലെ മുള്ള് എന്ന് വിളിച്ച ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുന്നു. ദൈവം അത് നീക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ കൃപ നിനക്ക് മതിയാകുന്നു, എൻ്റെ ശക്തി ദുർബലതയിൽ പൂർത്തിയാകുന്നു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുമെന്നല്ല, പക്ഷേ അവയുടെ നടുവിൽ തന്നെയാണ് അവൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്നതാണ്. നമ്മിൽ ശക്തിയില്ലെന്ന് തോന്നുമ്പോഴാണ് ദൈവം തൻ്റെ ശക്തിയാൽ നമ്മെ ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മുടെ ദുർബലത പരാജയത്തിൻ്റെ അടയാളമല്ല, മറിച്ച് അവൻ തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അവസരങ്ങളാണ്. പത്രോസിന്റെ ജീവിതത്തിലും ഇത് വ്യക്തമായി കാണാം. യേശുവിനെ 3 തവണ നിഷേധിച്ച ശേഷം പത്രോസ് ആത്മാഭിമാനവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ യേശു കൃപയോടെ അവനെ ക്ഷമിക്കുകയും സഭയെ നയിക്കാൻ വിളിക്കുകയും ചെയ്തു. ദൈവകൃപ പരാജയങ്ങളെ മറികടന്ന് അവയെ മാറ്റത്തിനും ശക്തിക്കും ഇടയാക്കുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചകളും പോരാട്ടങ്ങളും നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, അവ ദൈവമഹത്വം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ദൈവകൃപ എന്നത് നമ്മൾ സ്വന്തം ശക്തിയാൽ പോരാടേണ്ടതില്ലെന്ന് പറയുന്നു. ലോകം നമ്മോട് ശക്തനായിരിക്കണം എന്നും കൂടുതൽ ശ്രമിക്കണം എന്നും പറയുന്നു. എന്നാൽ സുവിശേഷം പറയുന്നു, യേശു ക്രൂശിൽ ഇതിനകം ചെയ്തതിൽ വിശ്രമിക്കാം എന്ന്. കൃപ നമ്മെ മടുപ്പിക്കുന്നതല്ല, മറിച്ച് അത് ദൈവത്തിന്റെ ശക്തിയിൽ ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. എത്ര മനോഹരമായ സത്യമാണിത്! നമുക്കെല്ലാം പൂർണ്ണമാകേണ്ടതില്ല. ദൈവത്തിന്റെ സ്നേഹം നേടാൻ നമുക്ക് ഒന്നും തെളിയിക്കേണ്ടതില്ല. അവന്റെ കൃപ വെറും മതിയാകുന്ന ഒന്നല്ല, അത് സമൃദ്ധവും ഒരിക്കലും തീരാത്തതുമാണ്. ജീവിതം ബുദ്ധിമുട്ടായാലും അവന്റെ കൃപ ഒരിക്കലും തീരുകയില്ല. പൗലോസ് അവസാനം തന്റെ ദുർബലതയെക്കുറിച്ച് സന്തോഷിക്കാൻ തുടങ്ങി.